നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കട്ടപ്പന നഗരസഭയുടെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണം നടന്നു. നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ജില്ലയിൽ ആദ്യമായി ഡിജിറ്റൽ രൂപത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന പ്രത്യേകതയും കട്ടപ്പന നഗരസഭയ്ക്കാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 4 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. വിമല സിൽക്ക് ഹൗസ്, കട്ടപ്പന. വിമല സിൽക്ക് ഹൗസ്, the ultimate bridal destination. കട്ടപ്പന നഗരസഭയുടെ സർവോന്മുഖമായ വികസനവും പുരോഗതിയുമാണ് ബഡ്ജറ്റ് അവതരണത്തിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത്. കാർഷിക വൃത്തിക്ക് മുഖ്യ പ്രാധാന്യം നൽകി വരുന്ന കട്ടപ്പന നഗരസഭയെ കേരളത്തിലെ തന്നെ മികച്ച നഗരസഭ ആക്കി മാറ്റാനുള്ള പ്രയത്നത്തിൽ കൈവരിക്കേണ്ട സ്വപ്നങ്ങളും പൂർത്തീകരിക്കേണ്ട പ്രതീക്ഷകളുമാണ് ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത്. 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ 5,26,52,700 രൂപ മുന്നിരിപ്പും 96,6,49,803 രൂപയുടെ വരവും ഉൾപ്പെടെ 101,33,02,503 രൂപ ആകവരവും 93,43,29,703 രൂപ ചെലവും 7,89,72,800 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അവതരിപ്പിച്ചത്. 96,470 രൂപയുടെ വരവും ഉൾപ്പെടെ 59,49,36,268 രൂപ ആകെ വരവും 54,28,83,568 രൂപ ചെലവും 5,26,52,700 രൂപ നീക്കിയിരിപ്പുമാണ് കണക്കാക്കുന്നത്. 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ 5,26,52,700 രൂപയുടെ മുന്നിരിപ്പും 96,6,49,803 രൂപയുടെ വരവും ഉൾപ്പെടെ 101,33,02,503 രൂപയുടെ ആകെ വരവും 93,43,29,703 രൂപയുടെ ചെലവും 7,89,72,800 രൂപ നീക്കിയിരിക്കും പ്രതീക്ഷിക്കുന്നു. നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് 75 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് 20 ലക്ഷം രൂപ വകയിരുത്തി. തൊടുപുഴ നാഷണൽ ഹൈവേയിൽ പുളിയന്മല കമ്പനിപ്പടി താമസിക്കുന്ന സ്വന്തമായി വീട് മറ്റ് ആവാസ വ്യവസ്ഥകളോ ഇല്ലാത്ത ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് സ്ഥലം വാങ്ങുന്നതിനായി 25 ലക്ഷം രൂപ വകയിരുത്തി. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കർഷകരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി 28 ലക്ഷം രൂപ വകയിരുത്തി. കൂടാതെ ജലസേചന പമ്പ് സെറ്റ് വിതരണത്തിനായി 17 ലക്ഷം രൂപ, പച്ചക്കറി വിതരണത്തിനായി 2 ലക്ഷം രൂപ എന്നിവയും വകയിരുത്തി. കൃഷിഭവൻ നിർമ്മാണത്തിനായി 15 ലക്ഷം രൂപയും വകയിരുത്തി. കട്ടപ്പന നഗരസഭയുടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കല്യാണത്തണ്ടിന്റെ ടൂറിസം പദ്ധതിക്കായി 30 ലക്ഷം രൂപ വകയിരുത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിന് 1,22 ലക്ഷം രൂപ വകയിരുത്തി. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി രാപ്പകൽ വീട് നിർമ്മിക്കുന്നതിനായി 20 ലക്ഷം രൂപയും ഇവരുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടിയുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കായി 6 ലക്ഷം രൂപയും ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 4 ലക്ഷം രൂപയും കമ്പിളി വിതരണത്തിനായി 4 ലക്ഷം രൂപയും വയോമിത്ര സംഗമത്തിനുള്ള 1 ലക്ഷം രൂപ എന്നിവ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി 42 ലക്ഷം രൂപയും പാലിയേറ്റീവ് പരിചരണത്തിന് 15 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിലും അതുമൂലമുണ്ടാകുന്ന അതിക്രമങ്ങൾക്കുമെതിരെ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾക്കായി തുക ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ട്. വനിതകളുടെ സംരംഭങ്ങൾക്ക് നൽകുന്നതിന് 30,60,000 രൂപ വകയിരുത്തി. കൂടാതെ നഗരസഭ ഓഫീസിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനായി 10 ലക്ഷം രൂപ വകയിരുത്തി. നഗരസഭയുടെ എല്ലാ മേഖലയിലും സ്പർശിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. നഗരസഭയുടെ കാലാവധി തീരുന്ന സമയത്ത് പൂർത്തീകരിക്കപ്പെട്ട വിധത്തിലുള്ള പദ്ധതികളുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ നഗരസഭ കൗൺസിലർമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വിലക്കുറവിന്റെ വിസ്മയവുമായി വിമല. അതെ, നമ്മൾ ഹൈറേഞ്ചുകാരുടെ സ്വന്തം വിമലയിൽ ആദ്യമായി ഇതാ ഒരു മെഗാ റിഡക്ഷൻ സെയിൽ. 5.1 അല്ല കേട്ടോ, 70% വരെ വിലക്കുറവ്. കൂടാതെ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും. ടോപ്പ്, കുർത്തീസ്, ജീൻസ്, ഷർട്ട്, ജോഗേഴ്സ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ സ്വന്തമാക്കാം. കുറഞ്ഞ വിലയിൽ കൂടുതൽ വസ്ത്രങ്ങളുമായി വിമല മെഗാ റിഡക്ഷൻ സെയിൽ. 4 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. വിമല സിൽക്ക് ഹൗസ്, കട്ടപ്പന. Vimala Silk House, the ultimate bridal destination.